ഗംഗാവലി പുഴയിലെ മൺതിട്ടയിൽ എത്തി ദൗത്യസംഘം. 8 നോട്ടിക്കൽ മൈൽ വേഗതയുള്ള ഒഴുക്കിനെ മറികടക്കാൻ സ്കൂബ ഡൈവർമാർക്കോ ഈശ്വർ മാൽപേ നയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കോ കഴിഞ്ഞിട്ടില്ല. 12ാം ദിനം പിന്നിടുമ്പോഴും അർജുനും അർജുൻ്റെ ലോറിയും കാണാമറയത്ത് തന്നെ. സൈന്യത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് കർണാടക സർക്കാർ തന്നെയാണോ? ദൗത്യം എങ്ങനെ എന്ന് തീരുമാനിച്ച് വിശദീകരിക്കുന്ന ജില്ലാ കളക്ടറോട് മന്ത്രി മുഹമ്മദ് റിയാസിന് കടുപ്പിച്ച് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഗംഗാവലി പുഴയുടെ 8 നോട്ട് വേഗതയുള്ള ഒഴുക്കിനെ ഭയപ്പെടുന്ന നാവികർക്ക് അർജുൻ ദൗത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കുന്താപുരയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ? കുത്തൊഴുകുന്ന പുഴയ്ക്ക് മുന്നിൽ ദൗത്യം പകച്ചു നിൽക്കുന്നതിന് ഉത്തരവാദി ആരാണ്? ഒരു യുദ്ധമുഖത്ത് ഒരു സേനയും കാട്ടാത്ത ആലോചനകളും ചർച്ചകളും ജീവനിൽ കൊതിയും അർജുൻ ദൗത്യത്തിൽ സംഘം കാഴ്ചവെക്കുന്നതിന് പിന്നിൽ അസ്വാഭാവികതയുണ്ടോ? തുടക്കത്തിൽ പാളിപ്പോയ ദൗത്യം ഈവന്റ് മാനേജ്മെൻ്റ് ആകുന്നു എന്ന് പറയിക്കാമോ കർണാടകം? അർജുൻ ദൗത്യത്തിന് സംഭവിക്കുന്നത് എന്താണ്?